ബാലരാമവർമ്മയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ 1810 മുതൽ 1815 വരെ റാണി ഗൗരി ലക്ഷ്മിബായി രാജ്യം ഭരിച്ചു. സ്വന്തം നിലയിൽ രാജ്യം ഭരിച്ച ഏക റാണിയും ഇവരായിരുന്നു. 1813 അവർക്കൊരു ആൺകുഞ്ഞ് പിറന്നപ്പോൾ ആ കുഞ്ഞിനെ രാജാവായി പ്രഖ്യാപിച്ചു. 1815 തൻ്റെ മരണം വരെ അവർ രാജ്യം ഭരിച്ചു. ഇക്കാലത്ത് സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെ പുരോഗതിയുണ്ടായി. ലക്ഷ്മിബായിയുടെ മരണത്തെ തുടർന്ന് അവരുടെ സഹോദരി പാർവതിബായി റീജന്റായി ഭരണം ഏറ്റെടുത്തു. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ചു. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി.